നമസ്കാരം ഗൈസ്, ആർജിയാണ് നമ്മുടെ പുതിയ വീഡിയോ സ്വന്തം. ഇന്നത്തെ വീഡിയോ ഒരു ഡേ മൈ ലൈഫിന്റെ കൊച്ചിയാണ്. കൊച്ചിയിൽ നമ്മൾ ഡേ മൈ ലൈഫിൽ നടന്ന കാര്യം വിശേഷമൊക്കെ ചേർത്തുകൊണ്ടോ ഫുൾ അലച്ചിലാണ്, അത് വേറെ കാര്യം. അപ്പോൾ അതിൻ്റെ ഒരു ഓട്ടോ കാലം എല്ലാം ഉൾപ്പെട്ട് ഡേ മൈ ലൈഫിൽ പോകുന്നത്. പിന്നെ നമുക്ക് ഇത് കൂടുതൽ എല്ലായിടത്തും കറങ്ങാൻ, കൊച്ചിയിൽ നമുക്ക് കാണാൻ പറ്റിയ സ്ഥലം കൊണ്ട് പോകുന്ന സാധനങ്ങളൊക്കെ മാക്സിമം നമുക്ക് പോകുന്ന സ്ഥലമൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താഴെ രണ്ടാണ്ട് ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഉണ്ട്, മസ്റ്റായിട്ടും എല്ലാവരും നമ്മളെ ഇൻസ്റ്റാഗ്രാമൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ പോയി. നമസ്കാരം ഗൈസ്, ആർജിയാണ്. ഇന്നത്തെ വ്ളോഗ് നമ്മൾ പലപ്പോഴും മാർക്കറ്റിലേക്ക് വെച്ച് കാണാൻ വേണ്ടി പോവാണ്. ശ്രുതി ആ വ്ളോഗ് അടിപൊളി എടുത്തു നമുക്ക് കാണാം. പലപ്പോഴും മാർക്കറ്റ് ജസ്റ്റ് കൊടുത്ത ഞങ്ങളുടെ ഹോം ടൂണിലുള്ള മാർക്കറ്റാണ്. നല്ല അടിപൊളിയായിട്ട് ഫ്രഷ് പിടക്കണ മീനുകളൊക്കെ കിട്ടും. കളത്തിന് വരണം. പിന്നെ പിടയ്ക്കാത്ത മീനുണ്ടാവും, പക്ഷേ പിടക്കുന്ന മീൻ കൂടുതലുണ്ടാവും. ഒരു തേങ്ങ കണ്ടിട്ട് അറിയാം. കാരണം ഒരുപാട് പുഴമീൻ ജീവനോട് കിട്ടാൻ പോയാൽ പിന്നെ അവിടെ ബാക്കിയുള്ള സാധനമെല്ലാം കാണാം. ബാക്കിയുള്ള സ്ഥിതി കുറിച്ച് വ്ളോഗ് എടുത്തെന്ന് പറഞ്ഞ് നടന്ന് റോഡിൽ പോകുന്ന വയ്ക്കാനും കാണാം. അപ്പോൾ എല്ലാവരും തുടങ്ങുന്ന വിഷയമാണ്. അപ്പോൾ ഗൈസ്, വരാപ്പുഴ മാർക്കറ്റ് ടൂർ ചെയ്യുകയാണ്. നമ്മൾ ഇത്രയൊക്കെ വിശേഷങ്ങൾ വരാപ്പുഴ മാർക്കറ്റ് ടൂറിലേക്ക്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം വേറൊരു വ്ളോഗ് എടുക്കാണ്ട് അപ്പോൾ വരാപ്പുഴ മാർക്കറ്റ് ടൂർ ലെങ്ത്തേക്ക് കൂടി പോകാനുള്ള ഇഷ്ടം 5 മിനിറ്റിൽ തീർക്കാൻ ശ്രമിച്ചത്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. നമ്മുടെ വീടിനടുത്തുള്ള എൻ്റെ ആദ്യ വീടിനടുത്തുള്ള ഹോം ടൗണുള്ള ഒരു ചെറിയ മാർക്കറ്റാണ് വരാപ്പുഴ മാർക്കറ്റ്. നമ്മുടെ മാർക്കറ്റ് പോലെയല്ല, ജീവനോടെ പിടയ്ക്കാൻ മീനുകളെ കിട്ടുമ്പോൾ ഓരോരുത്തരും കാരണം കൊച്ചിയിൽ അടിപൊളി ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ കണ്ടവരെല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ താമസം അടുത്ത വിശേഷമായിട്ട് പുതിയ വിശേഷമായിട്ട് വരുന്നത് ബൈ ഫ്രം ആർജി ഗൈസ്. വീഡിയോസ് എന്തെങ്കിലും മിസ്റ്റേക്കിന് സുഖം തെളിയിക്കാൻ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻസൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തുക. പിന്നെ താഴെ രണ്ടാലും ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഉണ്ട്, മസ്റ്റായിട്ട് രണ്ടാലും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ശ്രമിക്കാം. അപ്പോൾ കൂടുതൽ വിഷയം അവിടെ ലൈവായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്. ഇതായിരുന്നു നമ്മൾ രാത്രി സ്റ്റേ ചെയ്ത ബെഡ്റൂം. ഇതിന് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് SK ചേട്ടനാണ്. ചേട്ടൻ നമുക്ക് റൂമൊക്കെ അറേഞ്ച് ചെയ്തത്. അടിപൊളി റൂമാണ്. അടിപൊളി വലിയ മെത്തിയിലേക്ക് ആദ്യമായിട്ട് കിടക്കണം ഞാൻ സുധയൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാം കൂടി നല്ല സുഖമായിട്ട് കിടന്നു. ഇതിൻ്റെ തേങ്ങ ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുവന്നു. ബെഡ്ഷീറ്റിന് ആവശ്യമായിരുന്നു. ബെഡ്ഷീറ്റ് ഉണ്ട്, പക്ഷേ ബെഡ്ഷീറ്റിന് ആവശ്യം ഞാൻ പ്ലാനിലാണ് കൊണ്ടുവന്നത്. പക്ഷേ ഇത്രയും നല്ല റൂം കിട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ്. നല്ല തേങ്ങ സുഖമായിട്ട് കിടന്നു പോകാൻ പറ്റി. താങ്ക് യു സോ മച്ച് SK ചേട്ടൻ. അപ്പോൾ നമുക്ക് ഇനി ഫുഡ് കഴിക്കാൻ താഴെ ബുഫയാണ് ഫുഡ്. പോയി നോക്കട്ടെ എങ്ങനെ കഴിക്കാം, എന്തൊക്കെയാണെന്ന് അറിയാൻ പാടില്ല. പോയി നോക്കട്ടെ. ഇത് തേങ്ങ ഇന്ന് 6 മതിച്ചിരുന്നു. ഓടിയൊന്നും പോയി നോക്കാം. നമ്മൾ നിൽക്കുന്ന സ്ഥലം റൂംസൊക്കെ ആർജ് ഇവിടുത്തെ ലിഫ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്ന ലിഫ്റ്റ് വന്നു ഗൈസ്. ലിഫ്റ്റിൽ കയറട്ടെ. ലിഫ്റ്റിൽ കയറി നമ്മൾ ഗ്രൗണ്ടിലാണ് പോകാനുള്ളത്. നമുക്ക് പോയിട്ട് വരാം. ഇവിടെ നിന്ന് നമുക്ക് പുറത്തൊക്കെ ആണെങ്കിൽ പൊളിയാണ്. കണ്ടോ പുറത്തെ വ്യൂ കണ്ടോ, പൊളിയല്ലേ. നമ്മളത് താഴെ എത്തി ഗൈസ്. പോയിട്ട് വരാം. നമ്മളത് അവിടെ ബൊഫേലാണ് ഗൈസ്. ഇവിടെ ഫുഡ് ചോദിച്ചിട്ടുണ്ട്. വാഷ്റൂം ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. ഓക്കെ ഗൈസ്, ഇവിടെയാണ് ഫുഡൊക്കെ ഉള്ളത്. ഫുഡ് എടുത്തോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ എടുക്കട്ടെ ഗൈസ്. ബഫേയിൽ വന്ന് ഭക്ഷണം എടുക്കാൻ വേണ്ടി പോവുകയാണ്. എടുക്കട്ടെ. എന്താ അടുത്ത് അപ്പം മുട്ടക്കറി. ആര് തകർത്തെടുത്തോണ്ടിരിക്കുന്നു. അറ്റാക്കിങ് മെന്റാലിറ്റിയാണ് നാട്ടിൽ. സ്റ്റൂ എടുക്കുന്ന ആദ്യം അടുത്ത്
ആദ്യത്തേലും എടുക്കണം. അപ്പം ഞാൻ എനിക്ക് കഴിക്കാനുള്ള എടുക്കട്ടെ ഗൈസ്. അതിനെ ഗൈസ് ഞാൻ അപ്പവും കുറുമക്കറിയും ഒരു മുട്ട എടുത്തു. ആദ്യം 2 മുട്ടയും കുറുമ ഞാൻ എടുക്കില്ല. അപ്പം എന്തായാലും ആദ്യം കഴിച്ചു തുടങ്ങി. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റാണ്. മുന്തിരിങ്ങ ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. ചായ എന്തായാലും ഞങ്ങൾ 2 കുടിക്കില്ല. അപ്പം അതാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഫ്രൂട്ട്സ് ഒരു അപ്പം കൂടി എടുത്തു കഴിച്ചു കഴിഞ്ഞു. കഴിക്കട്ടെ. 2 ബ്രെഡ് ടോസ്റ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ ടോസ്റ്റ് ചെയ്ത ബ്രെഡ് കഴിച്ചിട്ടാണ് ഓട്ടേക്ക് വേണ്ടത്. ഫൈനലി കഴിച്ചു കഴിഞ്ഞു. ചൂടുവെള്ളം കണ്ടപ്പോഴത്തേക്ക് ആരുടെ കണ്ണ് കളിക്കുക. ആരുടെ മടക്കുന്നത് വെള്ളം കുടിക്കുന്നത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു വന്നു. ആദ്യം നേരെ ബാൽക്കണിയിലേക്കാണ് ഓടണേ. ഇവിടുത്തെ വ്യൂ പൊളിയാണ് ഗൈസ്. ആദ്യം വന്നത് ഇവിടെ സാഷ്ടാംഗം ആസ്തനിഷ്ഠനായി. ഇതാണ് ഇവിടുത്തെ വ്യൂ. പൊളിയല്ലേ. പോവേണ്. ബാൽക്കണിയൊക്കെ മിസ് ചെയ്യുന്നു. ആർജനയായിരിക്കുന്നു. ബാ പോവാം. നമ്മളെല്ലാം പോവേണ് ഗൈസ്. അപ്പം നമ്മളെല്ലാം സാധനങ്ങളൊക്കെ എടുത്ത് ബൈ പോവാം. അപ്പം ഗൈസ് നമ്മൾ പോകണം. എനിക്ക് ആ വാർഡ് ലൈറ്റൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമാണ്. ലിഫ്റ്റിന് കുത്തി ലിഫ്റ്റ് ഇതേ വന്ന് അത് പോവുകയാണ്. പോവാം. സങ്കടം ഉണ്ടോ? അതാണ്. പോവാം. നമുക്ക് പൈസയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വരാം. അപ്പം ഗൈസ് നമ്മളിവിടുന്ന് പോവേന്. അസുവാ ആരെയും നോക്കടാ അമ്മേ. കൊള്ളാം ഗൈസ്. പൊളി. ഈ സാധനം ഉള്ളതായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. നടക്കാൻ വേണ്ടി ചേട്ടൻ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി. ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോട്ടെ. ഞാൻ നിങ്ങൾക്ക് ഈ ഹോട്ടൽ ഫുള്ളായിട്ട് കാണിച്ചിടാം ഗൈസ്. ഇവിടെ നിന്നിട്ട് ഗൈസ് ഇതാണ് അത് ഹോട്ടൽ പെരിയാർ. അതിൻ്റെ 2nd ഫ്ലോറിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. പൊള്ളിയാണ് ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും പോകാം. ഇന്ന് മെട്രോ സ്റ്റേഷനിൽ വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് അതാകുമ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ എളുപ്പമാണ്. ഇവിടെ നിന്ന് നേരെ അപ്പുറത്ത് പോയി ഇറങ്ങാം. അപ്പം എന്തായാലും ഇവിടെ നിന്ന് മറ്റേത് ഭയങ്കര ബ്ലോക്കായിരിക്കും. നിങ്ങൾക്ക് കാണാം ഇവിടെ ഇങ്ങനെ ഹൈവേ ആണ്. നമുക്ക് പോകാൻ വേണ്ടി പറ്റൂല. ഇതുണ്ടോ നമ്മളിവിടെ നിന്ന് ഇതുവഴി അങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ് പോയിട്ട് വരാം. നമ്മൾ നടക്കാൻ ഗൈസ്. ഇവിടെ നിന്ന് അങ്ങാറ്റ വരെ നടക്കാം. മേൽപ്പാലം വഴി. ഇവിടെ നിന്ന് നമ്മൾ അപ്പുറത്ത് പോയിട്ട് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബസ്സുണ്ട്. പറവൂർ വണ്ടി കിട്ടും. നമുക്ക് എന്തായാലും പോകാം. നല്ല രസമുണ്ട്. ചെടിയൊക്കെ നട്ട് വെച്ചിങ്ങനെ കാണാൻ വേണ്ടി കഴിച്ചാൽ. ഇവിടെ നിന്ന് റോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താ കണ്ടത്? പൊളിയാണ്. അത് ആരും നടക്കണുണ്ട്. അത് നടക്കണത് ശരിയാക്കാൻ പറഞ്ഞാൽ ആ കാലങ്ങനെ വെച്ചണം. കാല് ശരിക്കും വെച്ചേ. ഗൈസ് ബംഗാളി ഇവിടെ നിന്ന് ഹൈവേ കാണാം. പൊളിയാണ് കണ്ട. വാവ്. ഫൈനലി മെട്രോ കയറിയിട്ടുണ്ട്. പൊളിയാണ് മെട്രോ സ്റ്റേഷനിൽ. ആദ്യമൊക്കെ ഇരിക്കാൻ സീറ്റ് കിട്ടിയിട്ടുണ്ട്. ആദ്യം ഇവിടെ ഇരിക്കുന്നു വികലാംഗർ എന്ന് പറയുന്നത്. അതാണ് എവിടെ പോയാൽ സീറ്റ് ഉണ്ടാവും ആദ്യമൊക്കെ. നമ്മൾ പോയിട്ട് വരാം ഗൈസ്. എടപ്പള്ളി എത്തട്ടെ. മെട്രോയിൽ വന്ന് ഇറങ്ങി. എടപ്പള്ളിയിൽ വന്ന് ഇറങ്ങി. എവിടെ വന്നാലും മഴയാണ്. മഴ നാശകോശമാവും. എന്തായാലും നമുക്ക് പോകാൻ ഗൈസ്. മരുഭൂമിയിൽ കൂടെ പോയി ടെസ്റ്റ് ചെയ്യാനുള്ളത് അതല്ല. അപ്പോൾ നമ്മളെന്തായാലും മെട്രോ വന്ന് ഇറങ്ങി. ഇനി ഇവിടെ പോട്ടെ. നിങ്ങൾക്ക് എടപ്പള്ളിയിൽ ബ്ലോക്ക് കണ്ട ഗൈസ്. നോക്കൂ നിങ്ങൾ. ബ്ലോക്ക് കണ്ടോ? ബ്ലോക്ക് അങ്ങാറ്റം വരെ ബ്ലോക്കാണ് ഗൈസ്. എന്തൊരു ബ്ലോക്കാണ്. രാവിലെ എല്ലാവരും ജോലിക്ക് പോകുന്നതിൻ്റെ സ്കൂളിൽ പോകുന്നതിൻ്റെ തിരക്കാണ് ആ കാണുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇപ്പോഴത്തെ സൈഡ് നോക്കിയാലും കണ്ട 2 സൈഡ് ഭയങ്കര ബ്ലോക്കാണ്. എന്തായാലും നമ്മളിതുവഴി അങ്ങനെ നടന്ന് അങ്ങ് വരെ എത്തണം. പോയിട്ട് വരാം. വലിയായി കിടക്കുന്ന മെട്രോ സ്റ്റേഷൻ കാണാൻ എന്തൊരു ഭംഗി. മെട്രോയിൽ ചോർച്ച ചെയ്യുന്നത്. അവിടെ വെള്ളം വീഴുന്നുണ്ട് ഗൈസ്. എല്ലാം അങ്ങനെയാണല്ലോ. നമ്മൾ
ഇത്ര കോടി ചിലവെന്ന് പറഞ്ഞാൽ അതിൽ പല കോടിയും പല ആൾക്കാർക്കും പണി ചെയ്യുന്നവർക്കായിരിക്കും പോകുന്നത്. നമ്മൾ മെട്രോ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് VD സേഷൻ സാറിൻ്റെ ഓഫീസിൽ വരത്തുള്ളൂ ആള്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലുലുവിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ലുലുവിലോട്ട് പോകാൻ കഴിച്ചു. നമ്മളെ കൊച്ചി ലുലു മാളാണ് കേട്ടോ. നമുക്ക് ലുലു മാളിലേക്ക് പോയാൽ എന്തായാലും നമുക്ക് പോകാൻ കഴിച്ചു. നമ്മൾ ലുലുവിൻ്റെ അകത്ത് കയറിയിരിക്കണം കഴിച്ചു. ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ ടീ കോഫി അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. നമ്മൾ മെട്രോൻ്റെ അവിടെ നിന്ന് കയറി വരുമ്പോൾ അങ്ങനെയാണ്. ഇവിടെ പുതിയ ഷോപ്പ് 150യോ? നമ്മളിങ്ങനെ നമ്മൾ ഗിഫ്റ്റിൻ്റെ ഷോപ്പ് ഒക്കെ ഉണ്ട്. ഒന്ന് പോയേ വാ. പിന്നെ ചുമ്മാ ഇവിടെ 5-10 മിനിറ്റ് 1-1.5 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് പോകാം. ഇവിടെ പോസ്റ്റാണ്, നല്ല പോസ്റ്റാണ്. ഇത് ആർജ് ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ 1 മണി വരെ ഇവിടെ പോസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകത്തുള്ളൂ. എന്തായാലും നോക്കാം. വെയിറ്റിംഗ് ആണ്, അല്ലാതെ പോയിട്ട് കാര്യമില്ല. നമ്മൾ അവിടെ പോയാലും പോസ്റ്റാണ്. ഷോപ്പ് ഉള്ളതാണ് ഗൈസ്. ഇവിടെ പെറ്റ് ഷോപ്പ് ഉണ്ട്. നൈസാണ് കേട്ടോ. ഓക്കെ ഓ ഗൈസ്, എനിക്കിഷ്ടപ്പെട്ട സാധനം പൊളിയാണ്. ഫുള്ളും ക്രിസ്മസ് സാധനങ്ങളാണ്. ഭയങ്കര തിരക്കാണ്. എവിടെ ക്രിസ്മസ്? അതെ, പൊളിയാണ് ഗൈസ്. അതാണ് ഒരു ലോഷൻ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ലോഷൻ വാങ്ങിക്കാൻ വേണ്ടി അവിടെയൊക്കെ അതല്ല സത്യത്തിൽ നല്ല പണക്കാരായിട്ടൊക്കെ ജനിക്കുന്നു. പൊളി ഗൈസ്, ഉള്ള സാധനം. നമ്മൾ ബസ്സിൽ കയറി പറവൂർ ബസ്സിൽ കയറി ഇരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ പോട്ടെ. നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇനി അങ്ങോട്ട് MLA ഓഫീസിലേക്ക് പോയിട്ട് ബാക്കി വിശേഷം പറയാം ഗൈസ്. നമ്മളും കൂടി VD സജഷൻ സാറിൻ്റെ വീട്ടിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്ക് അപ്പോൾ നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഗൈസ്. മെട്രോയിലാണ് പോകുന്നത്. എന്തായാലും പോകാം ഗൈസ്. നമ്മളിതുവരെ പോയിട്ടില്ല. കാരണം റെയിൽവേ സ്റ്റേഷനിൽ ഇത്രയും നേരത്തെ പോയിരുന്ന് ഉറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ AC ആണ്, ഇച്ചിരി തണുപ്പൊക്കെ കൊള്ളാം. എന്തായാലും നമ്മൾ ഇവിടെ തന്നെ ലുലുവിൽ തന്നെ ഉണ്ടാക്കാൻ പോകാൻ കഴിയും. നമ്മളെന്തായാലും ഇവിടെ കുറച്ച് നേരം ഉണ്ടാകും, എന്നിട്ടേ പോകത്തുള്ളൂ. 8 മണി വരെയൊക്കെ ഇവിടെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. എന്തായാലും നമുക്ക് ഇവിടെ ഇപ്പോൾ നല്ല തിരക്കാണ് ഗൈസ്. അപ്പം ഗൈസ് നമ്മൾ ഫുഡ് കോർട്ടിൽ വന്നിട്ട് രണ്ടുപേരും സീറ്റും പിടിച്ച് ഇങ്ങനെ ഇരിപ്പാണ്. ബാഗും വെച്ചിട്ട് ആർക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാതെ ഇവിടെ തന്നെ ഇരിപ്പാണ്. നോക്കാം. 9 മണിയാകുമ്പോഴത്തേക്കും നമ്മളിവിടുന്ന് പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കും. അതുവരെ ഇവിടെ ഇരിക്കും. ഇച്ചിരി AC കാറ്റൊക്കെ ഉണ്ട്. അവിടെ പോകുമ്പോഴത്തേക്കും കൊതുക് കടി കൊള്ളണമല്ലോ. അപ്പോൾ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം. അപ്പം ഗൈസ് നമ്മൾ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി അല്ലേ. അപ്പം നമ്മളിവിടെ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് നമ്മൾ മൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഗൈസ്. ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അതാണ്, എവിടെയും കിടന്ന് ഉറങ്ങണം. അതാണ്. അപ്പോൾ പുതിയ വിശേഷമായിട്ട് താമസിച്ചിലേക്ക് ആർക്കും വേണ്ടി കാണുന്നത് ബായ്ക്ക് മാനസിക ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക, കമൻസ് രേഖപ്പെടുത്തുക. താഴെ 2000 ഇൻസ്റ്റാഗ്രാം ഉണ്ട്. 2000 മസ്റ്റായിട്ട് ഫോളോ സപ്പോർട്ട് ചെയ്യുക. പ്രത്യേകിച്ച് ശ്രുതി ഫോളോ ചെയ്യുക. ശ്രുതിക്ക് ഫോളോസ് കുറവാണ്. ഇവിടെ എപ്പോഴും പ്രശ്നമുള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രുതി ഫോളോ ചെയ്യുക. ബൈ.